ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമനേയി കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ച ഇറാൻ ചരിത്രത്തിലെ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യനെ വധിച്ചുവെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപിന്റെ പോസ്റ്റ്. ആക്രമണത്തിൽ ഖമനേയിയുടെ മകളും മരുമകനും പേരക്കുട്ടിയും സംയുക്ത സൈനിക മേധാവി അബ്ദുൾ റഹീം മൊസാവിയും ഉൾപ്പെടെ 40ഓളം പ്രമുഖർ കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. ഇറാനിൽ 7 ദിവസത്തെ അവധിയും 40 ദിവസത്തെ ദുഃഖാചരണവും. ഖമനേയിയുടെ വധത്തിനു പിന്നാലെ രണ്ടാം ഘട്ട തിരിച്ചടി തുടർന്ന് ഇറാൻ. ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ 27 താവളങ്ങളിലേക്കും ഇസ്രയേലിലേക്കും കനത്ത വ്യോമാക്രമണം. ഇറാനിലും കനത്ത നാശനഷ്ടം. ആക്രമണമുണ്ടായ ഇടങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവയ്ക്കരുതെന്ന് ജനങ്ങളോട് ഇറാൻ സൈന്യം. ടെഹ്റാനിൽ വൻ പ്രതിഷേധ റാലി. അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ യുദ്ധവിരുദ്ധ റാലി. പാകിസ്ഥാനിൽ കറാച്ചിയിൽ US കോൺസുലേറ്റിന് നേരെ ആക്രമണം. ഇതുവരെ കാണാത്ത തിരിച്ചടി ഉടനെന്ന് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ ട്രംപ്. അയത്തുള്ള അൽ ഖമനേയിയുടെ മകൻ മുജ്തബ ഖമനേയി ഇറാനെ നയിക്കുമെന്ന് സൂചന. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഇന്ത്യയും ഇസ്രയേലും ഇറാനും ഉൾപ്പെടെ ഗൾഫ് മേഖലയിലെ 7 വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ യുദ്ധം ഒഴിവാക്കി സമാധാനവും നയതന്ത്രവും പിന്തുടരണമെന്നും എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരത്തെ മാനിക്കേണ്ടതുണ്ടെന്നും ഇന്ത്യ. ഇറാനിലും ഇസ്രയേലിലേക്കുമുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആലോചന. രജിസ്റ്റർ ചെയ്യാൻ ഇന്ത്യക്കാർക്ക് നിർദ്ദേശം. ഇന്ത്യയിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കും തിരിച്ചുമുള്ള 444 വിമാന സർവീസുകൾ റദ്ദാക്കി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടേത് അതിജീവനത്തിന്റെ കൂട്ടായ്മയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൽപ്പറ്റ എൽസ്റ്റണിലെ മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ടത്തിൽ പുനരധിവാസ ഗ്രാമത്തിലെ 178 വീടുകൾ കൈമാറി. ലോകം യുദ്ധത്തിന്റെ ഭീതിയിൽ എത്തിയത് ചില തെമ്മാടി രാഷ്ട്രങ്ങളുടെ ഇടപെടൽ കാരണമെന്ന് ഇസ്രയേലിനെയും അമേരിക്കയെയും പരാമർശിച്ച് മുഖ്യമന്ത്രി. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജയസാധ്യതയുള്ള പ്രമുഖ നേതാക്കൾക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നില്ല എന്ന വിമർശനം CPM-ൽ പുകയുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനമെടുക്കും. AN ഷംസീർ, PK ബിജു ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലാത്തതും ചർച്ചയ്ക്ക്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സണ്ണി ജോസഫും PD സതീശനും ഡൽഹിയിൽ. സ്ക്രീനിംഗ് കമ്മിറ്റിയുമായി കൂടിക്കാഴ്ച. A റഹീം MP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാവും. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനെ നടുക്കി വൻ സ്ഫോടനം. 17 മരണം, 18 പേർക്ക് പരിക്ക്. കാറ്റൂളിലെ SBL എനർജി പ്രൈവറ്റ് ലിമിറ്റഡിൽ സ്ഫോടനമുണ്ടായത് പുലർച്ചെ. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. ഇറാന് നേർക്കുള്ള ഇസ്രയേൽ അമേരിക്ക യുദ്ധം കനക്കുമെന്ന് സൂചന. ഇതുവരെ കാണാത്ത ആക്രമണം നേരിടാൻ തയ്യാറെടുക്കാൻ ഇറാനോട് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ദി ട്രൂത്ത് സോഷ്യൽ മീഡിയയിലാണ് ട്രംപ് തന്റെ ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അൽ ഖമനേയിയുടെ വധത്തിന് പിന്നാലെ ഇറാൻ ഗൾഫ് മേഖലയിലേക്ക് 2ാം ഘട്ട ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഉണ്ടായത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബിനീഷ് കൊട്ടാരത്തിൽ ചേരുകയാണ്. ബിനീഷ്, ട്രംപിന്റെ മുന്നറിയിപ്പ് കൂടി വന്ന സാഹചര്യത്തിൽ ഇതുവരെ കാണാത്ത ആക്രമണം നേരിടാൻ തയ്യാറെടുക്കാനാണ് ഇറാനോട് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ട്രംപിന്റെ ദി ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റ് അങ്ങനെയാണ്. എന്താണ് കരുതേണ്ടത്? യുദ്ധത്തിലേക്ക് തന്നെ പോവുകയാണോ? മയ, തീർച്ചയായിട്ടും ഇതേവരെ കാണാത്ത ഒരു യുദ്ധമാകും, ഒരു ആക്രമണമാകും ഇറാന് നേരെ ഉള്ളതെന്ന് ഉണ്ടാകാൻ പോകുന്നതെന്ന് ട്രംപ് സൂചിപ്പിക്കുമ്പോൾ അതേപോലെ ഇതുവരെ കാണാത്ത ഒരു തിരിച്ചടിക്കായിരിക്കും ഇറാനും മുതിരുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. അതായത് വലിയ ഒരു ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടാകും. കാരണം അമേരിക്ക എത്ര വലിയ ആക്രമണം ഇറാനിലേക്ക് നടത്തിയാലും ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാവുക അമേരിക്കയ്ക്ക് നേരെയാവില്ല. പകരം അമേരിക്കൻ താവളങ്ങളുള്ള ഗൾഫ് മേഖലകളിലേക്കായിരിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാകും. മാത്രമല്ല വലിയ ഒരു നാശനഷ്ടത്തിൻ്റെ വക്കിലേക്ക് പോകും. ഗൾഫ് മേഖലയിലുണ്ടാകുന്ന തകർച്ച, അവിടേക്കുണ്ടാകുന്ന ആക്രമണങ്ങൾ എല്ലാം തന്നെ നമ്മളെ നേരിട്ട് ബാധിക്കുമെന്നത് തന്നെയാണ് ഈ തരത്തിലൊക്കെ കാര്യങ്ങൾ പോയാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഖമേനിയെ വധിച്ചതോടുകൂടി ഇറാൻ വളരെയധികം പ്രകോപനപരമായ ഒരു അവസ്ഥയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
മായ, തീർച്ചയായിട്ടും ലോകരാഷ്ട്രങ്ങൾ ഇപ്പോൾ നമുക്കറിയാം ഇറാനിന് ചുറ്റുപാടും കിടക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ ഇറാന് എതിരാണ്. എന്നാൽ റഷ്യയും ചൈനയും ഒക്കെ ഇറാനെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ നിലവിലുള്ള ഒരു ഭൗമശാസ്ത്രപരമായ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് ഇറാനെ ഏതു തരത്തിൽ ഇപ്പോൾ സഹായിക്കാൻ കഴിയുമെന്നുള്ളത് വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ യുദ്ധം മുന്നോട്ട് പോയാൽ വലിയ തിരിച്ചടിയാവും. അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് മായ. ശരി, ബിനീഷ് കൊട്ടാരത്തിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അങ്ങേയറ്റം വൈകാരികമായാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ അവതാരകൻ അയത്തുള്ള അൽ ഖമനേയിയുടെ മരണവാർത്ത സ്റ്റേറ്റ് ടെലിവിഷനിലൂടെ ലോകത്തെ അറിയിച്ചത്. پدر مهربان امت، رهبر و امام مسلمین، حضرت آیت الله العظما سید علی حسینی خامنه‌ای در راه سربلندی حرم جمهوری اسلامی ایران. രാത്രി മുഴുവൻ നീണ്ട വ്യോമാക്രമണം, പകലും തുടർന്ന് ഇറാനും ഇസ്രയേലും. മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ദുബായിലെ ബുർജ് അൽ അറബിൽ തീപിടുത്തമുണ്ടായി. ജബൽ അലി തുറമുഖത്തും ദുബായ്, അബുദാബി വിമാനത്താവളങ്ങളിലും ആക്രമണം ഉണ്ടായി. ലോകത്തിന് സാമ്പത്തിക പ്രഹരമേൽപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് അടച്ചുവെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. ഗൾഫ് മേഖലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ശ്രീരാജ് കൈമൾ ചേരുകയാണ്. ശ്രീരാജ്, ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട വ്യോമാക്രമണം അത് ഇപ്പോഴും തുടരുകയല്ലേ? മായ, ആശങ്ക ഉള്ള വിവരങ്ങളാണ് പറയേണ്ടതെങ്കിൽ പോലും ഇവിടെ പൊതുവിൽ സുരക്ഷിതം തന്നെയാണ് എന്ന് തന്നെ പറയാം. UAE സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള ഒരു പുതിയ അപ്ഡേറ്റ്, സ്ഥിരീകരിക്കാവുന്ന ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ദുബായ്ക്ക് നേരെയുള്ള ഉണ്ടായ ഒരു ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിച്ചു. ഇതിന്റെ അവശിഷ്ടങ്ങൾ ദുബായിലെ 2 വീടുകളുടെ മുറ്റത്താണ് വീണതെന്നും 2 പേർക്ക് പരിക്കേറ്റുവെന്നും ദുബായ് മീഡിയ ഓഫീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പരിക്കേറ്റ വ്യക്തികൾക്ക് ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാക്കിയുമെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം UAE-യിൽ നിന്ന് നൽകാൻ സാധിക്കുന്ന മറ്റൊരു സ്ഥിരീകരിക്കുന്ന വിവരം വിമാനയാത്രകളുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളാണ്. മാർച്ച് 2-ാം തീയതി, അതായത് നാളെ പുലർച്ചെ 2 മണി വരെ എത്തിഹാദിന്റെ വിമാന സർവീസുകളെല്ലാം നിർത്തിവെച്ചതായി കമ്പനി അറിയിക്കുന്നുണ്ട്. ഫെബ്രുവരി 28 മുതൽ മാർച്ച് 2-നും ഇടയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് ഫുൾ റീഫണ്ടോ മാർച്ച് 15 വരെയുള്ള മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റാനോ അവസരമുണ്ട് എന്നും എത്തിഹാദ് അറിയിക്കുന്നു. ഒപ്പം എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, എയർ അറേബ്യ പോലുള്ള വിമാന കമ്പനികളും സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയതായിട്ടുള്ള വിവരങ്ങളാണ് നൽകുന്നത്. സിവിൽ ഏവിയേഷൻ അതോറിറ്റി യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ സംബന്ധിച്ചുള്ള നൽകിയിട്ടുള്ള സൗകര്യങ്ങൾ സംബന്ധിച്ചുള്ള അപ്ഡേറ്റുകളും പങ്കുവെക്കുന്നുണ്ട്. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഖത്തറിൽ നിന്നുള്ള വിമാന സർവീസുകളെല്ലാം നിർത്തിവെച്ചതായി ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. മാർച്ച് 2-ാം തീയതി, അതായത് നാളെ രാവിലെ 9 മണിക്ക് ഇത് സംബന്ധിച്ചുള്ള പുതിയ അപ്ഡേറ്റ് പുറത്തിറക്കുമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി, ശ്രീരാജ് കൈമളാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഇന്ത്യയും ഇസ്രയേലും ഇറാനും അടക്കം ഗൾഫ് മേഖലയിലെ 7 വിദേശകാര്യ മന്ത്രിമാരുമായി സംസാരിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ യുദ്ധം ഒഴിവാക്കി സമാധാനവും നയതന്ത്രവും പിന്തുടരണമെന്നും എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരത്തെ മാനിക്കേണ്ടതുണ്ടെന്നും ഇന്ത്യ ഗൾഫ് രാഷ്ട്രത്തലവന്മാരുമായി സംസാരിക്കുമെന്ന് പ്രധാനമന്ത്രിയും വ്യക്തമാക്കി. സംഘർഷ മേഖലയിലുള്ള ഇന്ത്യക്കാർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും എംബസികളുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണല്ലോ ഇന്ത്യ. എങ്ങനെയാണ് ഇന്ത്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മുടെ ഒട്ടേറെ ആളുകളുണ്ട് ഗൾഫ് മേഖലയിൽ, അവരൊക്കെ ആശങ്കയിലുമാണ്. എങ്ങനെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇത് കൈകാര്യം ചെയ്യുന്നത്? നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ സുബ്രഹ്മണ്യം ജയശങ്കർ വിദേശകാര്യമന്ത്രിമാരുമായി സംസാരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വം അവർ ഉറപ്പാക്കാനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അഭ്യർത്ഥന ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വിദേശ രാജ്യങ്ങൾക്ക്, ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ തന്നെ പോയിട്ടുമുണ്ട്. അതനുസരിച്ച് ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെങ്കിൽ അക്കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിദേശകാര്യ മന്ത്രാലയവും വാണിജ്യ മന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. ഇത് രാജ്യത്തിന് പുറത്തുള്ള സാഹചര്യമാണ്. രാജ്യത്തിനകത്ത്
രാജ്യത്ത് ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലും എല്ലാം തന്നെ ഇത്തരത്തിൽ ചില പ്രതികരണങ്ങൾ ഷിയ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് ചില റാലികളും മറ്റും നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള സുരക്ഷാ മുൻകരുതൽ കൂടി ഈ ഘട്ടത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് രാജ്യത്തിനകത്തും അതുപോലെ തന്നെ പുറത്തുമുള്ള സാഹചര്യങ്ങൾ വളരെ കൃത്യമായി തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരും കൃത്യമായി തന്നെ പരിശോധിച്ച നിരീക്ഷിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ പൂർണ്ണ സുരക്ഷിതത്വം കേന്ദ്ര സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലും ആശങ്കയ്ക്ക് വകയില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഭീതി സമാനമായ സാഹചര്യം ഇപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു തരത്തിലും എംബസികൾ പറയാതെ രാജ്യത്ത് നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകരുതെന്നും യാത്രകൾ നടത്തുന്ന കർശനമായ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ അപകട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ എംബസിയുമായും ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ടോൾ ഫ്രീ നമ്പറിലേക്കുമൊക്കെ തന്നെ വിളിച്ച് ആവശ്യമായ മുൻകരുതലും കൃത്യമായ ഒരു സംഭാഷണവും ഒക്കെ നടത്തിയ ശേഷം മാത്രം വേണം യാത്രകൾ തീരുമാനിക്കാൻ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായും വ്യക്തമാക്കിയിട്ടുള്ളതുമായ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. മതരാഷ്ട്രമെന്ന നിലയിൽ ഇറാനെ നയിച്ച ആത്മീയ നേതാവ് കൂടിയാണ് ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയി. ഇറാന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ നേതാവ്. ഇറാന്റെ പരമാധികാരത്തിനായി വേണ്ടി അദ്ദേഹം സ്വീകരിച്ച കർശനമായ നിലപാടുകൾ മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. അത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാനെ ഒറ്റപ്പെടുത്തുന്നതിന് വലിയ കാരണവുമായി. ശക്തമായ മതരാഷ്ട്രമായി മുന്നോട്ടു പോകുമ്പോഴും ഇറാനെ ഒരു സൈനിക ശക്തിയാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് ഖമനേയി. പഹ്ലവി രാജഭരണത്തിന് അന്ത്യം കുറിച്ച ഇസ്ലാമിക വിപ്ലവത്തിന് പിന്നിലെ പ്രത്യയശാസ്ത്ര ശക്തി മുൻ പരമോന്നത നേതാവ് ഖൊമൈനിയായിരുന്നെങ്കിൽ ഇറാന്റെ ശത്രുക്കൾക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിനും അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കും രൂപം നൽകിയത് അയത്തുള്ള ഖമനേയിയാണ്. 1939 മജാദിലാണ് അയത്തുള്ള അലി ഖമനേയിയുടെ ജനനം. ദാരിദ്ര്യം പരുവപ്പെടുത്തിയ ബാല്യകൗമാരങ്ങൾ. 4-ാം വയസ്സിൽ ഖുറാൻ പഠിച്ചുകൊണ്ട് വിദ്യാഭ്യാസം തുടങ്ങി. മുതിർന്നപ്പോൾ ഇസ്ലാമിക നിയമപഠനവും തത്വചിന്തയും പൂർത്തിയാക്കി. ഷാ ഭരണകൂടത്തിനെതിരായ പോരാട്ടത്തിലെ സാന്നിധ്യമായാണ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. നിരവധി തവണ ജയിൽവാസം അനുഭവിച്ചു, നാടുകടത്തപ്പെട്ടു. പക്ഷേ ഖമനേയി ശക്തമായ തിരിച്ചുവരവ് നടത്തി. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ പ്രതിരോധ മന്ത്രിയായി. 80കളിൽ ഇറാഖുമായുള്ള രക്തരൂക്ഷിതമായ യുദ്ധകാലത്ത് ഇറാന്റെ പ്രസിഡന്റായി രാജ്യത്തെ നയിച്ചു. പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇറാഖിന്റെ സദ്ദാം ഹുസൈനെ പിന്തുണച്ചതോടെ ഇറാനികൾക്കിടയിലുണ്ടായ ഒറ്റപ്പെടൽ ബോധവും ഒപ്പം ഈ കടുത്ത പോരാട്ടവും ഖമനേയിക്ക് പാശ്ചാത്യ രാജ്യങ്ങളോട്, പ്രത്യേകിച്ച് അമേരിക്കയോടുള്ള വിരോധം ആഴത്തിലുള്ളതാക്കി. 1989 ആയത്തുള്ള റുഹുള്ള ഖമേനിയുടെ മരണത്തിന് പിന്നാലെയാണ് ഖമനേയി ഇറാന്റെ പരമോന്നത നേതാവാകുന്നത്. പിന്നീട് അങ്ങോട്ട് ഖമനേയി ഒരു പ്രതിരോധ അച്ചുതണ്ടായി മാറുകയായിരുന്നു. ഇറാൻ അതിർത്തികൾക്ക് പുറത്ത് സ്വാധീനം ചെലുത്താൻ ഹിസ്ബുള്ള, ഹമാസ്, ഹൂതികൾ തുടങ്ങിയ സായുധ ഗ്രൂപ്പുകളുടെ ഒരു വലിയ ശൃംഖല തന്നെ അദ്ദേഹം കെട്ടിപ്പടുത്തു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ നേരിടാൻ ആഭ്യന്തര ഉൽപാദനത്തിലൂന്നിയുള്ള ഒരു പ്രതിരോധ സാമ്പത്തിക വ്യവസ്ഥ ഖമനേയി കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും വിജയത്തിലെത്തിക്കാനായില്ല. ഇസ്രയേലുമായുള്ള യുദ്ധവും സിറിയയിലെ ഭരണമാറ്റവും ഇറാന്റെ പ്രാദേശിക സ്വാധീനത്തിന് വലിയ തിരിച്ചടിയായി. സാമ്പത്തിക തകർച്ചയെ തുടർന്ന് രാജ്യത്ത് വലിയ തോതിലുള്ള ആഭ്യന്തര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. കഴിഞ്ഞ 36 വർഷമായി ഇറാന്റെ സൈന്യം, നീതിന്യായ വ്യവസ്ഥ, മാധ്യമങ്ങൾ എന്നിവയെല്ലാം ഖമനേയിയുടെ വിരൽത്തുമ്പിലായിരുന്നു. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നയങ്ങളോടുള്ള കടുത്ത അവിശ്വാസവും എതിർപ്പുമാണ് ഖമനേയിയുടെ വിദേശ നയത്തിന്റെ കാതൽ. അമേരിക്കയെ വലിയ പിശാചെന്നും ഇസ്രയേലിനെ ചെറിയ പിശാചെന്നും ഒരു ഭയവുമില്ലാതെ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഖമനേയി. ഇറാന്റെ ആണവ പദ്ധതികളുമായി ആരെയും കൂസാതെ മുന്നോട്ടു പോയ ഖമനേയി അമേരിക്കയെയും പാശ്ചാത്യ രാജ്യങ്ങളെയും നന്നേ ചൊടിപ്പിച്ചു. ഇന്ന് പശ്ചിമേഷ്യ കത്തുമ്പോൾ UAEയിലേക്കും ഇസ്രയേലിലേക്കും മിസൈലുകൾ അയക്കാൻ ഇറാന് കരുത്തു പകരുന്നത് ഖമനേയിയുടെ പോരാട്ടവീര്യമാണ്. ജീവിതത്തിന്റെ അവസാന നാളുകളിലും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി നിന്നു എന്നത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഖമനേയിയുടെ കരുത്തു തന്നെയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കയിൽ പ്രതിഷേധം. ടൈംസ് സ്ക്വയറിൽ വൻതോതിൽ പ്രതിഷേധക്കാർ ഒത്തുകൂടി കൊളംബസ് സർക്കിളിലേക്ക് മാർച്ച് ചെയ്തു. ഇറാനെതിരായ ആക്രമണത്തിൽ അമേരിക്കയിൽ വൻ പ്രതിഷേധം.
അതോടൊപ്പം പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാനത്തിന് ആവശ്യമായ ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ജനങ്ങളുടെ ഭീതി അകറ്റേണ്ടതുണ്ട്. അമേരിക്കയും ഇസ്രയേലും ഒഴികെയുള്ള രാജ്യങ്ങൾ യുദ്ധത്തെ അപലപിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ മനസാക്ഷിക്ക് എതിരായ യുദ്ധമാണ് നടക്കുന്നത് എന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ഗൾഫ് മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഇന്നലെ അമേരിക്ക തുടക്കം കുറിച്ച ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടുകൂടി വലിയ യുദ്ധഭീതിയിലാണല്ലോ ഇപ്പോൾ ലോകം നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവനും അതിൻ്റെ പ്രത്യാഘാതത്തിലാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം 40 ലക്ഷത്തോളം മലയാളികൾ തന്നെ അവിടെ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അവരെല്ലാം വലിയ ഭീതിയിലാണ്. നമുക്ക് പറയാനുള്ളത്, ഇന്ത്യ ഗവൺമെൻറ് ഈ സ്ഥിതിവിശേഷം ഗൗരവത്തിൽ കണക്കിലെടുത്ത് അവിടെ സമാധാനത്തിന് ആവശ്യമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഇന്ത്യ ഗവൺമെൻറ് നടത്തണം എന്നുള്ളത് തന്നെയാണ്. ജനങ്ങളുടെ ഭീതി അകറ്റേണ്ടതുണ്ട്. പിന്നെ ലോക രാജ്യങ്ങളും ഈ യുദ്ധ സാഹചര്യത്തിൽ അത്ര സന്തുഷ്ടരല്ല. അമേരിക്കയും ഇസ്രായേലും ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി രാജ്യങ്ങളൊക്കെ തന്നെ ഈ യുദ്ധത്തെ അപലപിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങൾ, മറ്റെല്ലാ രാജ്യങ്ങളും. അപ്പോൾ അത് ലോകത്തിന്റെ മനസാക്ഷിക്ക് തന്നെ എതിരായ ഒരു യുദ്ധമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് അവസാനിക്കണം എന്ന് തന്നെയാണ് നമുക്കൊക്കെ പറയാനുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ ഏറ്റവും സുരക്ഷിതരായി ഇരിക്കണമെന്നും സമാധാനം വേഗത്തിൽ ഉണ്ടാകുമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. തങ്ങൾ ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. പ്രതിസന്ധി മറികടക്കാൻ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങള് എല്ലാ അധികൃതരായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് നാട്ടിലുള്ള മലയാളികളായിട്ടും മലയാളി സംഘടനകളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോൾ ട്രെയിനിലിരുന്ന് സംസാരിച്ചു. തങ്ങളും സംസാരിച്ചു, ഞാനും സംസാരിച്ചു. നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. കേരളീയരായവരോടും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരോടും മുഴുവൻ പറയാനുള്ളത് സമാധാനത്തിലിരിക്കണം. വേഗം സമാധാനം ഉണ്ടാകുന്നുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടേത് അതിജീവനത്തിന്റെ കൂട്ടായ്മയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മഴക്കാലത്തിന് മുമ്പ് മുഴുവൻ വീടുകളുടെ നിർമ്മാണവും പൂർത്തിയാക്കാനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറായത്. പുനരധിവാസത്തിനെതിരെ വൈരനിര്യാതന ബുദ്ധിയോടെ പ്രചരണമുണ്ടായി. ഇതെല്ലാം അതിജീവിച്ചാണ് ടൗൺഷിപ്പ് യാഥാർത്ഥ്യമായത് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൽപ്പറ്റ എൽസ്റ്റണിലെ മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തടസ്സങ്ങൾ ഏറെയുണ്ടായി. വ്യാജ പ്രചരണങ്ങൾ മുതൽ കേന്ദ്ര സഹായ നിഷേധം വരെ ദുരന്തബാധിതരെ തെറ്റിദ്ധരിപ്പിക്കാനും ചിലർ ശ്രമിച്ചു. കോടതി വ്യവഹാരങ്ങൾ വേറൊരു ഭാഗത്ത് നടന്നു. ദുരിതാശ്വാസ നിധി എല്ലാവരും സഹകരിക്കുന്നതും സഹായിക്കുന്നതും സ്വയമേവ തയ്യാറായി നിക്ഷേപിക്കുന്നതുമൊക്കെ ആയിട്ടുള്ളതാണ്. പക്ഷേ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലിക്കാശ് നൽകരുത് എന്ന് പറയാനും ആളുണ്ടായി. അങ്ങനെ എത്രയെത്ര പ്രതിലോമകരമായ ഇടപെടലുകൾ. ദുരന്തമുണ്ടായ ആദ്യ ആഴ്ചയിൽ തന്നെ ചിലരതിന് തുടക്കമിട്ടു. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജയസാധ്യതയുള്ള പ്രമുഖ നേതാക്കൾക്ക് ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നില്ല എന്ന വിമർശനം CPM-നുള്ളിൽ പുകയുകയാണ്. പല പ്രമുഖരും തഴയപ്പെട്ടുവെന്ന പരാതിയുള്ളതിനാൽ അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് വീണ്ടും ചർച്ച ചെയ്യും. എൻ ഷംസീർ, PK ബിജു ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥി പട്ടികയില്ലാത്തത് ചർച്ചയാവുകയാണ്. തളിപ്പറമ്പിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള മത്സരിക്കുന്നതിലും ജില്ലാ ഘടകത്തിൽ വിയോജിപ്പുണ്ട്. കഴിഞ്ഞ തവണ മാറി നിന്ന പ്രമുഖരായ മുൻ മന്ത്രിമാരെ ഇത്തവണ പരിഗണിക്കണമെന്ന നിർദ്ദേശം ചില കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. എന്നാൽ ആരും സ്ഥാനാർത്ഥി പട്ടികയിൽ ഇക്കുറിയും ഇടം പിടിച്ചിട്ടില്ല. വിയോജിപ്പുകളും അതൃപ്തിയും ഉയരുന്നതിനാൽ അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രതികരിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സിറ്റിംഗ് മണ്ഡലങ്ങളിൽ MLA-മാർക്ക് അനുകൂല സാഹചര്യമുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയുമായുള്ള ചർച്ചയിൽ പേരുകൾ ധാരണയിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനവും രാജ്യത്തെ സാഹചര്യവും പരിഗണിച്ചാവും സ്ഥാനാർത്ഥി പ്രഖ്യാപനമെന്നും സണ്ണി ജോസഫ് പ്രതികരിച്ചു.
ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് പങ്കെടുക്കുന്നുള്ളത്. ഉടനെ തന്നെ പ്രതിപക്ഷ നേതാവ് എത്തിച്ചേരും. ഞങ്ങളുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കും. അത് നമുക്ക് കമ്മിറ്റി ചർച്ച ചെയ്യേണ്ടതായിരുന്നു. സംസ്ഥാനം എത്ര ആദ്യഘട്ട നിലയ്ക്ക് എത്ര സീറ്റാണ് സംസ്ഥാന സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് മുമ്പിൽ വെക്കുക? അതിപ്പോ കൃത്യമായിട്ടില്ല. അല്ല അതിന്റെ എന്നൊന്നും ഫിക്സ് ചെയ്തില്ല. അല്ല ഡിസ്കഷനിലെ കാര്യങ്ങൾ ഇവിടെ നിന്ന് ചർച്ച. ഡിസ്കഷൻ കഴിഞ്ഞിട്ടില്ല നമുക്ക് പറയാൻ. ക്രൈസ്തവ സഭാതർക്കം പരിഹരിക്കാമെന്ന് പറഞ്ഞ് LDFും UDFും വിശ്വാസികളെ വഞ്ചിച്ചുവെന്ന് ആവർത്തിച്ച് 2020 പാർട്ടി പ്രസിഡന്റ് സാബു ജേക്കബ്. ആദ്യമായിട്ടാണ് സഭാതർക്കം നേരിട്ട് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. രാജ്യത്തെ ഏറ്റവും ചെറിയ വിശ്വാസി സമൂഹത്തിന്റെ ആഭ്യന്തര തർക്കം പരിഹരിക്കാൻ പ്രധാനമന്ത്രി സമയം കണ്ടെത്തി എന്നത് ആശാവഹമാണെന്നും സാബു ജേക്കബ് പറഞ്ഞു. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് വോട്ട് നേടുക എന്നത് മാത്രമായിരുന്നു LDF UDF മുന്നണികളുടെ ലക്ഷ്യമെന്നും ഇരു മുന്നണികളും ആത്മാർത്ഥമായി ഇടപെട്ടിരുന്നുവെങ്കിൽ സഭാതർക്കം പണ്ടേ പരിഹരിക്കാമായിരുന്നുവെന്നും സാബു ജേക്കബ് ആവർത്തിച്ചു. സഭാതർക്കം നേരിട്ട് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആദ്യമായിട്ടാണ്. സഭകൾ ഛിന്നഭിന്നമായി പോകരുത്, ഒന്നിച്ചു നിൽക്കണമെന്നാണ് കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. കോടതിയിലൂടെയല്ല മധ്യസ്ഥതയിലൂടെയാണ് പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതെന്നും സാബു ജേക്കബ് കൂട്ടിച്ചേർത്തു. നമ്മുടെ പരിശുദ്ധ ബാവയുടെ പ്രതികരണം വന്നിട്ടുണ്ടല്ലോ, അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, വിട്ടുവീഴ്ചകൾ നടത്തി രണ്ട് കൂട്ടരും ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ഇരു കൂട്ടർക്കും ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം. രണ്ടുപേരെയും കേട്ടിട്ട് അതിന് ഒരു മീഡിയേഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അപ്പോൾ അതിന് ന്യായമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു നടപടി കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുമ്പോൾ അത് അംഗീകരിക്കാൻ രണ്ടു കൂട്ടരും ബാധ്യസ്ഥരാണത്. ക്രൈസ്തവ സഭകളിലെ സമാധാനം കാത്തുസൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് പള്ളിയിലേക്ക് പോകാൻ തന്നെ ഭയമാണ്. കേസുകൾ വരുമോ എന്നാണ് അവരുടെ പേടി. ചെറുപ്പക്കാരുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതിലൂടെ സഭകൾ തന്നെ ഇല്ലാതായേക്കുമെന്നും സാബു ജേക്കബ് ചൂണ്ടിക്കാട്ടി. ക്രൈസ്തവർക്ക് പ്രത്യേക നിയമം വേണമെന്ന കാര്യവും പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരള സ്റ്റോറി സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് സിനിമയെ സിനിമയായി കാണണമെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി. റഹീം MP തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാവും. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് ഈ തീരുമാനം. നിലവിലെ ജില്ലാ സെക്രട്ടറി V. ജോയ് വർക്കലയിൽ വീണ്ടും ജനവിധി തേടും. സ്ഥാനാർത്ഥിയാകുന്നവർ ജില്ലാ സെക്രട്ടറി പദവി ഒഴിയണമെന്നാണ് പാർട്ടിയുടെ പൊതുവായ തീരുമാനം. നിലവിൽ V. ജോയിയെ മാറ്റി നിർത്തിയാൽ വർക്കല മണ്ഡലത്തിലെ വിജയസാധ്യതയെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ആശങ്ക ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജോയിയെ വീണ്ടും കളത്തിലിറക്കുന്നത്. DYFI അഖിലേന്ത്യാ പ്രസിഡന്റാണ് റഹീം. രാജ്യസഭാംഗമായും പ്രവർത്തിക്കുന്നു. ആയത്തുള്ള അലി ഖംനേയിയുടെ മകൻ മുജ്തബ ഖമേനി ഇറാനെ നയിക്കും. ഖമേനിയുടെ പിൻഗാമിയായി മൊജ്തബയെ തെരഞ്ഞെടുത്തു. അലി ഖംനേയിയുടെ രണ്ടാമത്തെ മകനായ മൊജ്തബയ്ക്ക് ഭരണകൂടത്തിലും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലും വലിയ സ്വാധീനമുണ്ട്. എന്നാൽ പിതാവിൽ നിന്ന് പുത്രനിലേക്ക് അധികാരം കൈമാറുന്നത് ഇറാനിലെ പുരോഹിത വർഗത്തിനിടയിൽ അത്ര സ്വീകാര്യമല്ലായിരുന്നു. അദ്ദേഹം ഒരു ഉന്നത റാങ്കിലുള്ള പുരോഹിതനല്ല എന്നതും ശ്രദ്ധേയമാണ്. 2019 അമേരിക്കൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് മൊജ്തബയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നില്ലെങ്കിലും പിതാവിന് വേണ്ടി ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നു എന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 2005ലെയും 2009ലെയും തെരഞ്ഞെടുപ്പുകളിൽ മഹ്മൂദ് അഹ്മദി നെജാദിനെ വിജയിപ്പിക്കുന്നതിൽ മൊജ്തബ നിർണായക പങ്കുവഹിച്ചതായി ആരോപണങ്ങളുണ്ട്. ലണ്ടൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ രഹസ്യമായി കൈവശം വെക്കുന്നതായി നേരത്തെ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ലണ്ടനിലെ അതിസമ്പന്നർ വസിക്കുന്ന ബിലിയനയർ റോയിലെ 100 മില്യൺ പൗണ്ടിലധികം മൂല്യമുള്ള ആഡംബര വീടുകൾ, ദുബൈയിലെ വില്ലകൾ, ജർമ്മനിയിലെയും സ്പെയിനിലെയും പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ എന്നിവ മൊജ്തബയുടെ നിക്ഷേപ ശൃംഖലയിൽ ഉൾപ്പെടുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെ വിവിധ ഷെൽ കമ്പനികളുടെയും വിദേശ ബാങ്ക് അക്കൗണ്ടുകളുടെയും ഇറാന്റെ എണ്ണ വിൽപ്പനയിൽ നിന്നുള്ള പണം ഇത്തരത്തിൽ ആഗോള വിപണിയിലേക്ക് വഴിതിരിച്ചുവിടുന്നു എന്നതാണ് വെളിപ്പെടുത്തൽ. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനെ നടുക്കി വൻ സ്ഫോടനം.
കറ്റോളിലെ സ്ഫോടക വസ്തു നിർമ്മാണ ശാഖയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 17 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. SBL എനർജി പ്രൈവറ്റ് ലിമിറ്റഡിൽ പുലർച്ചെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഖനനത്തിനും മറ്റും ഉപയോഗിക്കുന്ന ഡെറ്റനേറ്ററുകൾ നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു. കിലോമീറ്ററുകൾ അകലെ വരെ സ്ഫോടനത്തിന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നു. അപകട സമയത്ത് 30ഓളം തൊഴിലാളികൾ യൂണിറ്റിൽ ഉണ്ടായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 18 പേരെ നാഗ്പൂരിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മരിച്ചവരിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പ്രാഥമിക വിവരം. സംഭവസ്ഥലത്ത് NDRF, SDRF സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 2 ലക്ഷം രൂപ പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. കോട്ടയം ജില്ലയിൽ വേനൽ മഴ ശക്തമായതോടെ നെൽകർഷകർക്ക് ആശങ്ക. ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ പലയിടങ്ങളിലും പുഞ്ചകൃഷിയുടെ കൊയ്ത്തിനായി ഒരുക്കങ്ങൾ നടന്നുവരുന്നതിനിടെയാണ് വേനൽ മഴയുടെ ഭീഷണി. നെല്ല് നിലത്തടിഞ്ഞാൽ യന്ത്രം ഉപയോഗിച്ചുള്ള കൊയ്ത്ത് സാധ്യമാവില്ല. മഴ നെല്ലിന്റെ വിലയെ ബാധിക്കുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട്. ഇത്തവണയും വേനൽമഴ നേരത്തെ എത്തിയത് നെൽകർഷകർക്ക് വലിയ ആശങ്കയാണ് നൽകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിലും വൈകുന്നേരങ്ങളിലും രാത്രിയിലുമായി സാമാന്യം ശക്തമായ മഴ ലഭിക്കുന്നുണ്ട്. മഴയ്ക്കൊപ്പം കാറ്റുമെത്തുന്നതോടെ പലയിടങ്ങളിലും കൊയ്ത്തിന് പാകമായ നെല്ല് നിലത്തടിഞ്ഞു. പാടത്തെ മണ്ണ് കുതിർന്നതോടെ കൊയ്ത്ത് യന്ത്രങ്ങൾ പാടത്തിറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. നിലത്തടിഞ്ഞ നെല്ല് യന്ത്രം ഉപയോഗിച്ച് കൊയ്യാനും സാധിക്കില്ല. അത് ആളുകളെ ഉപയോഗിച്ച് കൊയ്തെടുക്കണം. എന്നാൽ കോട്ടയം ജില്ലയിൽ നിലവിൽ കൊയ്ത്തു തൊഴിലാളികൾക്ക് വലിയ ദൗർലഭ്യമാണ് നേരിടുന്നത്. ഇപ്പം മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ വിഷ ഇറങ്ങിയാലും ഒന്ന്. രണ്ടാമത്തത്, ഇത് അഥവാ നമ്മൾ കൊയ്ത് കരക്കെത്തിച്ച് കഴിഞ്ഞാൽ മില്ലുകാർ വന്ന് എങ്ങനെയെങ്കിലും വട്ടം കൂട്ടി എടുത്തുകൊണ്ട് പോകാൻ അവർ ശ്രമിക്കുകയുള്ളൂ. അത് ഭീമമായ നഷ്ടത്തിൽ തന്നെ കർഷകർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒന്നും മാറിക്കിട്ടിയാൽ തന്നെ കർഷകർക്ക് വളരെയധികം പ്രയോജനം കിട്ടും. ഇവന് കഴിഞ്ഞാൽ മിഷൻ കൊയ്യാൻ പകുതി മുക്കാലും മണ്ണിലേക്ക് തന്നെ വീണ്ടും പോയിക്കൊണ്ടിരിക്കും. അതായത് 100 പറ കിട്ടുക, അല്ല 100 കിൻഡൽ, അല്ല 50 കിൻഡൽ കിട്ടുന്നത് 10% പോകത്തേ ഉള്ളൂ. നവംബർ ഡിസംബർ കാലയളവിലാണ് പുഞ്ചകൃഷിക്കായി വിത നടത്തിയത്. ആദ്യം നടത്തിയ വിത മുളച്ചു തുടങ്ങിയപ്പോൾ മഴ ശക്തമായതിനെ തുടർന്ന് പലയിടങ്ങളിലും മടവീഴ്ചയും മറ്റും മൂലം വിത്തൊലിച്ചു പോയിരുന്നു. വീണ്ടും വിത നടത്തി പരിപാലിച്ചു കൊണ്ടുവന്ന നെല്ലാണ് ഇപ്പോൾ കൊയ്ത്തിന് പാകമായിരിക്കുന്നത്. ആദ്യമേ ഈ പാടം വിതയ്ക്കുമ്പോഴത്തേന് മഴ പെയ്ത് വെള്ളം വന്ന് മൂട് പോകും, ആ കൃഷി നശിക്കും. രണ്ടാമത് വിതച്ചാൽ ഇത് ഉണ്ടാകാറുള്ളൂ. അതുപോലെ തന്നെ കൊയ്ത്തിൻ്റെ സമയത്ത് ഇത് തന്നെയാണ്. മഴയുണ്ടാകും, മഴയത്തോ കച്ചിയോ നെല്ലോ ഒക്കെ എല്ലാം നനഞ്ഞ് കയറിയാണ് പോകാറുള്ളത്. അതുപോലെ തന്നെ മെഷീൻ ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ മഴ കയറി. കോട്ടയം, ചങ്ങനാശ്ശേരി, വൈക്കം താലൂക്കുകളിലായി ആയിരക്കണക്കിന് ഏക്കർ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് നടക്കാനുണ്ട്. വേനൽമഴ കൊയ്ത്തിന് വെല്ലുവിളിയാകുന്നതിനൊപ്പം നെല്ലിൻ്റെ വിലയെയും ബാധിക്കും. ഈർപ്പം കൂടുതലാണെന്ന വാദമുയർത്തി മില്ലുകൾ വിലയിടിക്കുകയും കൂടുതൽ കിഴിവ് ആവശ്യപ്പെടുകയും ചെയ്യും. കൊയ്തിട്ടിരിക്കുന്ന നെല്ലിന് കറുപ്പ് നിറം ബാധിച്ചെന്ന വാദവും മില്ലുകൾ ഉയർത്താനിടയുണ്ട്. മഴ തുടർന്നാൽ നെല്ല് കിളിർത്തു പോകുമെന്ന ആശങ്കയുമുണ്ട് കർഷകർക്ക്. അമൃത ന്യൂസ്, കോട്ടയം. കല്ലിട്ടാൽ കല്ലിട്ടു പോകുന്നവരല്ല തങ്ങളെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ടൗൺഷിപ്പ് ഉദ്ഘാടന വേദിയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അവസാന ദുരന്തബാധിതനെയും ചേർത്ത് പിടിക്കാതെ ചുരമിറങ്ങില്ല കേരളമെന്നും മന്ത്രി പറഞ്ഞു. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് ജീവൻ മരണ പോരാട്ടം. സൂപ്പർ 8-ലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. രാത്രി 7 മണിക്ക് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. സെമിയിലെത്താൻ ടീം ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. മഴ കളി മുടക്കിയാൽ റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ വെസ്റ്റ് ഇൻഡീസ് സെമിയിൽ എത്തും. കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ ഇന്ത്യ നിലനിർത്താനാണ് സാധ്യത. ഓപ്പണിംഗിൽ സഞ്ജുവും അഭിഷേകും തന്നെ ഇറങ്ങും. അതേസമയം ശ്രീലങ്കയെ തോൽപ്പിച്ചിട്ടും സെമി കാണാതെ പാകിസ്ഥാൻ പുറത്തായി. മികച്ച റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാനെ മറികടന്ന് ന്യൂസിലാൻഡ് സെമിയിലെത്തി. ഗ്രൂപ്പ് 2-ൽ നിന്ന് ന്യൂസിലാൻഡിനെ കൂടാതെ ഇംഗ്ലണ്ട് സെമിയിൽ എത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് 1-ൽ ദക്ഷിണാഫ്രിക്ക മാത്രമാണ് സെമി ഉറപ്പാക്കിയത്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.